ഒരാഗ്രഹം എന്ന് പറയുന്നത് നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ പഞ്ചാബ് ഒരു കിരീടം നേടണം എന്നുള്ളൊരാഗ്രഹം ആദ്യമായിട്ടുണ്ട്. കാരണം അവരുടെ ടീം അത് ഡിസർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇന്നലത്തെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലൊക്കെ പ്രിയാൻഷ് ആര്യ പെർഫോമൻസ് ഇപ്പോൾ 0 ഒരു 0-0 പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലും അദ്ദേഹം ഈ ടൂർണമെൻറ്റിൽ നടത്തിയ ഒരു പ്രകടനമുണ്ട്. അതുപോലെ തന്നെ പ്രഭ് സിമ്രാൻ എടുത്ത പ്രകടനമുണ്ട്. അതുപോലെ കൂപ്പർ കോർണലി എടുത്ത പ്രകടനം ഇന്നലെയൊക്കെ തന്നെ നമ്മൾ കണ്ട, അതായത് ശ്രേയസ് അയ്യറിൻ്റെ ഒരു സെഞ്ചുറി പ്രകടനം IPL അദ്ദേഹം ആദ്യമായിട്ട് നേടുന്നൊരു സെഞ്ചുറി കൂടിയാണ്. അത് ഇന്നലെ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച് ആ വിജയത്തിലേക്ക് എത്തിച്ചു എന്നുള്ളത് അത് നിർണായകമായ മത്സരത്തിൽ തുടർച്ചയായ 6 മത്സരങ്ങൾ തോൽക്കുന്നു. അതായത് ആദ്യത്തെ 6 മത്സരം തുടർച്ചയായി വിജയിച്ച് വരുന്ന ഒരു കളി സമനിലയായി മാറുന്ന ഒരു പ്രതീക്ഷ സമനിലയായി മാറുന്ന, പിന്നീട് 6 മത്സരം തോൽക്കുന്ന ആ ടീം പ്രതിസന്ധിയുടെ ആഴങ്ങളിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ ഇന്നലെ പ്രിയാൻഷ് ആര്യ അവിടെ നിരാശപ്പെടുത്തുന്ന ഒരു സംഭവിച്ചപ്പോൾ, കാരണം അദ്ദേഹത്തിന് 2 മത്സരങ്ങളിലും 0-ന് പുറത്താകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അവിടെയൊക്കെ ആ ടീമിനെ നെടുന്തൂണായിട്ട് നിന്ന് അതിനെ ജീവൻ മരണ പോരാട്ടത്തിൽ മുന്നേറിയ അല്ലെങ്കിൽ ആ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നൊരു താരം ശ്രേയസ് അയ്യർ എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ അവരുടെ ടീമിൻ്റെ ഒരു ബാലൻസ്, അതുപോലെ തന്നെ ബൗളിംഗ് നിരയും പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യുസ്വേന്ദ്ര ചാഹലിനൊക്കെ സംബന്ധിച്ചൊക്കെ പിന്നെ അദ്ദേഹത്തിനൊക്കെ ഒരുപാട് വാഴ്ത്തേണ്ട താരം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സമയത്തും. കാരണം 2 വിക്കറ്റ് ഹർഷ്ദീപ് സിംഗ് ഇന്നലെ വിക്കറ്റുകളില്ല. അദ്ദേഹമാണ് ഈ IPL ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയ താരങ്ങളിൽ ഒരാൾ. ഹർഷ്ദീപിന്റെ ഫോമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആണ്. പക്ഷെ കഴിഞ്ഞ 6 മത്സരങ്ങളിലും അവരുടെ തോൽവിക്കും പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഹർഷദീപ് സിംഗിന്റെ ഫോം ഔട്ടാണ്. കാരണം അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിലും 50-ലധികം റൺസ്, അതായത് ഈ സീസണിൽ പഞ്ചാബിന് വേണ്ടി 500 റൺസ് പ്ലസ് സ്കോർ ചെയ്തിട്ടുള്ളത് വിട്ടുകൊടുത്തിട്ടുള്ള, അതായത് ആ രീതിയിൽ നോക്കുമ്പോൾ വിട്ടുകൊടുത്തിട്ടുള്ളവരുടെ നാണക്കേടുള്ളവരുടെ ലിസ്റ്റിൽ ഹർഷദീപ് ഉണ്ട്. ജാസിം പറഞ്ഞൊരു പോയിന്റ് വളരെ കറക്റ്റാണ്. സന്തുലിതമായിട്ടൊരു ടീമാണ്. ഇത്രയും നല്ല പ്രഹര ശേഷിയുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ്, നല്ലൊരു സ്പിന്നർ ഉണ്ട്, പേസർമാരുണ്ട്, യാൻസൺ ഉണ്ട്, ഹർഷദീപ് സിംഗും വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആ ടീം കടലാസിൽ ഓക്കെയാണ്. പക്ഷേ ജാൻസൺ ആണെങ്കിലും ഹർഷദീപ് ആണെങ്കിലും ഈ സീസണിൽ പിന്നെ ഹർഷദീപിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോകകപ്പ് ഒക്കെ കഴിഞ്ഞ് വരികയാണ്. പക്ഷേ അതിന്റെ ഒരു ക്ഷീണം അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഈ പിന്നെ വർക്ക് ലോഡിന്റെ ഒരു പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് നോബോളുകൾ എറിയുന്നു, ഒരുപാട് എക്സ്ട്രാകൾ എറിയുന്നു, ഫോം ഔട്ടാണ്, ഒരുപാട് തല്ലുകൊള്ളുന്നു. കഴിഞ്ഞ മത്സരത്തിലും 50-ലധികം റൺസ് പിന്നെ വഴങ്ങിയിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ മത്സരത്തിലും അദ്ദേഹത്തിന്റെ ഫോം ഒരു കൺസേൺ ആയിട്ട് നിൽക്കുകയാണ്. ജാൻസനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നം തന്നെയുണ്ട്. ജാൻസൺ ഒരു മത്സരത്തിലും പിന്നെ നമുക്കറിയുന്ന ഒരു ജാൻസൺ ഒരു ഓൾറൗണ്ടറാണ്, ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒക്കെ തിളങ്ങുന്ന ഒരു ഓൾറൗണ്ടറാണ്. ഒരു മത്സരത്തിൽ പോലും അദ്ദേഹത്തിന്റെ ഒരു ഓൾറൗണ്ട് മികവ് നമ്മൾ കണ്ടിട്ടില്ല. ബാറ്റിങ്ങിലും തിളങ്ങാറില്ല, ബോളിങ്ങിലും തിളങ്ങാറില്ല. ആ രീതിയിൽ ഇവർ രണ്ടുപേരുമാണ് ഈ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഇവരുടെ ഫോം ഔട്ട് ഇവരെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്.